ജോബി ഇറങ്ങിയോ? ഓക്കെ, ഞാനൊരു 5-10 മിനിറ്റിനുള്ളിൽ എത്തും. ഇന്ന് നമ്മൾ യാത്ര പോകുന്നത് വാഗമണ്ണിലുള്ള വരാട്ടുമേട് എന്ന മലയിലോട്ടാണ്. വരാട്ടുമലയുടെ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ രാവിലെയോ വൈകിട്ടോ മലയിലെത്തണം. ഒരു 4 വീൽ ഡ്രൈവ് വാഹനവും അത്യാവശ്യം അത് കൈകാര്യം ചെയ്യാനുള്ള പക്വതയും ഉണ്ടെങ്കിൽ നല്ല ഒരു ഓഫ് റോഡ് ഡ്രൈവ് എക്സ്പീരിയൻസ് ചെയ്ത് മലയുടെ ഉച്ചിയിൽ ചെല്ലാം. പിന്നെ നടന്നും മോട്ടോർ സൈക്കിളിനും ഒക്കെ മല കയറാം. സാഹചര്യവും ഇഷ്ടവും ഒക്കെ പോലെ. ഞാനും ലവനും കാഴ്ചകളൊക്കെ കണ്ട് നാട്ടുവർത്താനമൊക്കെ പറഞ്ഞ് പ്രധാനമായും ജീപ്പും ജിംനിയും ഒക്കെ ചർച്ചയ്ക്ക് വന്നു. അതിമനോഹരമായ വാഗമൺ റോഡിൽ കൂടി യാത്ര തുടർന്നു. ഞങ്ങളെ കാത്ത് ഒറ്റയിട്ടി എന്ന സ്ഥലത്ത് പ്രമോദ് തൻ്റെ ജീപ്പുമായി നിൽപ്പുണ്ട്. കുറച്ച് വർത്തമാനങ്ങളും കുശലങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നിൽക്കുമ്പോഴേക്കും ജോബി തൻ്റെ ജീപ്പിൽ ഒരു സുഹൃത്തുമായി വന്നു. അങ്ങനെ ഞങ്ങൾ 5 പേരും 3 വണ്ടിയുമായി വരാട്ടു മലനിരകൾ ലക്ഷ്യം വെച്ച് യാത്ര തുടർന്നു. വഴിയിൽ കണ്ട ഒരു കുഞ്ഞു കടയിൽ നിന്നും കുറച്ച് വെള്ളവും പിന്നെ ഉപ്പിലിട്ട നെല്ലിക്കയും കണ്ടപ്പോൾ അതും വാങ്ങി. നെല്ലിക്ക ചൂട് സമയത്ത് കഴിക്കാൻ നല്ല രുചിയായിരുന്നു. വാഗമണ്ണിൻ്റെ ഉൾവഴികളൊക്കെ ഏകദേശം ഈ ഒരു സ്റ്റൈലാണ്. പച്ചപ്പൊക്കെ വളരെ കുറവാണ്, പക്ഷെങ്കിൽ ചൂട് അത്യാവശ്യം അനുഭവപ്പെടുന്നുമുണ്ട്. അങ്ങനെ വഴി മോശമാകാൻ തുടങ്ങുന്നതിനൊപ്പം തന്നെ ജീപ്പുകൾ 4 വീൽ ഡ്രൈവിലോട്ട് മാറ്റി മോശം വഴികൾ കീഴടക്കാൻ തയ്യാറെടുത്തു. സായിപ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു ജീപ്പിന് 4 വീൽ ഡ്രൈവ് ഇല്ലെങ്കിൽ അത് ജീപ്പ് അല്ല. ചില സന്ദർഭങ്ങളിൽ അത് വളരെ ശരിയാണ്. ഈ യാത്രയിൽ പ്രധാനമായി 2 ടാസ്ക്കാണുള്ളത്. അങ്ങനെ നോക്കിയാൽ മൊത്തത്തിൽ 4. അങ്ങോട്ട് 2, ഇങ്ങോട്ട് 2. മോശം വഴികൾ 4 വീൽ ഡ്രൈവിൻ്റെ കരുത്തിൽ പിടിച്ച് പതുക്കെ ജീപ്പുകൾ കയറാൻ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ വാഹനത്തിനകത്തു നിന്നും പുറത്തു നിന്നും വഴികളൊക്കെ പറഞ്ഞും കേട്ടും പതുക്കെ ജീപ്പുകൾ മുന്നോട്ട് പോയി. ദുഃഖകരമായൊരു വാർത്ത എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, അവിടെ വഴിയിലൊരു പട്ടിക്കുഞ്ഞ് നടുവ് തളർന്ന് കിഴഞ്ഞ് നീങ്ങുന്നുണ്ടായിരുന്നു. ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു അവിടെ അയൽവക്കത്തുള്ളവരൊക്കെ ഭക്ഷണം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ പുള്ളി പറഞ്ഞു ഇതുപോലുള്ള വാഹനങ്ങൾ വന്ന് തട്ടിയതാണെന്നാണ് പുള്ളി പറഞ്ഞത്. എത്രമാത്രം ശരിയുണ്ടെന്ന് നമുക്കറിയില്ല. ആ വലത്തേ സൈഡിൽ കാണുന്ന കല്ലുണ്ടല്ലോ, അവൻ കുറച്ച് പ്രശ്നമാണ്. ക്യാമറയിൽ കാണുമ്പോൾ നിസ്സാരം, പക്ഷേ ഒന്ന് സൂക്ഷിക്കണം. നോക്കി പതുക്കെ ചവിട്ടി ഇറക്കിയെങ്കിൽ അടി തട്ടിയേക്കാം. പക്ഷേ ഇതിറക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഒറ്റയൊരു ചിന്ത മാത്രമേ ഉള്ളൂ, ഇതെങ്ങനെ തിരിച്ച് കയറുമെന്നായിരുന്നു. കാരണം തിരിച്ചൊരു കുഞ്ഞ് കയറ്റമാണ്. കൂടാതെ ആ കയറ്റത്തിലുള്ള ഉരുളൻകല്ലും പൊടികളും. നല്ല മൊമെൻറ്റം കീപ്പ് ചെയ്യണം തിരിച്ചു വരുമ്പോൾ. ഈ കണ്ട വലിയ കല്ലിൽ കയറാനും പാടില്ല. ആ ചിന്തയൊക്കെ മനസ്സിൽ വെച്ച് എല്ലാവരും ഈ ടാസ്ക് ഒന്ന് കിടന്ന് മുന്നോട്ട് പതിയെ നീങ്ങിത്തുടങ്ങി. നമ്മൾ ഈ റിയർ വ്യൂ മിററില്ലേ, ആ റിയർ വ്യൂ മിററിൻ്റെ താഴെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, ഒബ്ജക്ട്സ് ഇൻ മിറർ ആർ ക്ലോസർ ദാൻ ദ അപ്പിയറൻസ്. അതുപോലെ തന്നെയാണ് കേട്ടോ ഈ ഓഫ് റോഡ് വീഡിയോ നമ്മൾ യൂട്യൂബിൽ കാണുമ്പോൾ. അതൊരുമാതിരി ഇതുപോലെയാണ്, ഒബ്ജക്ട്സ് ഇൻ ക്യാമറ ആർ ഈസിയർ ദാൻ ദ അപ്പിയർ എന്ന് വേണമെങ്കിലും പറയാം. അതിപ്പോൾ ഏത് ഓഫ് റോഡ് വീഡിയോ കണ്ടാലും നമ്മളിപ്പോൾ എല്ലാവരും പറയും കയറാൻ പാടാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ മനസ്സിൽ വിചാരിക്കും ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കും. പക്ഷേ ഈ സാധനം കൊണ്ട് അവിടെ ചെല്ലുമ്പോഴാണ് അതിൻ്റെ ഭീകരത മനസ്സിലാക്കുന്നത്.
അങ്ങനെ ഈ പൊടിപടലൊക്കെ ഇപ്പോൾ കണ്ടില്ല, അതായിരുന്നു ടാസ്ക് 2. അതൊരു വിധത്തിൽ വളഞ്ഞും തിരിഞ്ഞും ഒക്കെ കയറിക്കഴിഞ്ഞ് നേരെ മേളിൽ ചെന്നപ്പോഴത്തേന് വളരെ മനോഹരമായ വിരിഞ്ഞു കിടക്കുന്ന പാറവാലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ മലയുടെയൊക്കെ മണ്ടയിലുണ്ട് ഒത്തിരി നിരപ്പ് വഴി, മിക്ക മലയെടുത്താലും നമുക്ക് കാണാൻ പറ്റും. കഷ്ടപ്പെട്ട് മല കയറിക്കഴിഞ്ഞാൽ കുറേ നിരപ്പ് വേണം. ആ നിരപ്പിലൂടെ വാഹനം ഓടിക്കുമ്പോൾ നല്ല രസമാണ്. വാഹനം അത്യാവശ്യം സ്പീഡിൽ ഓടിക്കാം. പിന്നെ അപ്പുറം ഇപ്പുറം ഇങ്ങനെ ഇഷ്ടം പോലെ മലകളും കാണും. അത് നല്ലൊരു പ്രകൃതി സൗന്ദര്യമാണ് നമുക്കത് തരുന്നത്. പിന്നെ എല്ലാവരും വർത്തമാനമൊക്കെ പറഞ്ഞ് യാത്രയൊക്കെ പോയി. കാരണം ഇനി കൂടുതലൊന്നും പറയാനില്ല. അങ്ങ് മലയെ കയറിക്കഴിഞ്ഞാൽ അവിടെ ചെന്ന് ഇച്ചിരി വെള്ളവും, പിന്നെ പ്രവാസിയായ ഒരാളുണ്ടായിരുന്നു കൂടി, അദ്ദേഹം കുറച്ച് നല്ല ചോക്ലേറ്റ്സൊക്കെ കൊണ്ടുവന്നു. അതുമൊക്കെ കഴിച്ച് പിന്നെ കുറേ വണ്ടിക്കഥകളൊക്കെ ഇരുന്ന് ചർച്ച ചെയ്ത് എല്ലാവരും ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ അവിടുന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേന് രണ്ടാമത്തെ മലയുണ്ടായിരുന്നു. ആ രണ്ടാമത്തെ മലയിലൂടെ അങ്ങോട്ട് പോയി. അപ്പോഴത്തേനും നമ്മുടെ ബൈക്കേഴ്സിൽ ഒരാൾ എക്സ്പ്രസുമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടാൻ വേണ്ടി കയറി വന്നു. അവനോടും കുറച്ച് കത്തിയൊക്കെ വെച്ചു. അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് അവൻ യാത്ര തിരിഞ്ഞു. നമ്മുടെ യാത്രകളും കഥകളും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. പിന്നെ നമ്മൾ മല തിരിച്ചിറങ്ങാനുള്ള ഒരു പരിപാടി. കാരണം നല്ലൊരു യാത്രയായിരുന്നു. വലിയ ബഹളമൊന്നുമില്ല, സമാധാനപരമായിട്ട്. ടാസ്കും വലിയ കുഴപ്പമൊന്നുമില്ല, വണ്ടി കയറി പോവും. പക്ഷേ ഒന്ന് സൂക്ഷിക്കണമെന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഏതായാലും ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഇത്രയൊക്കെ ഉള്ളൂ മല കയറിയതിനെക്കുറിച്ച്. ഇനി മല തിരിച്ചിറങ്ങുന്ന വീഡിയോ സെക്കൻഡ് പാർട്ടായിട്ട് ഇടാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നന്ദി, നമസ്കാരം. നാളെ മറ്റേ എടുത്ത എന്തായാലും കറക്റ്റ് നിങ്ങൾ ആദ്യം വരുന്നുണ്ട്. ഓരോന്ന് എല്ലാവരും ഓരോന്ന് കൊണ്ടുവന്നു ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ച് തണുപ്പിച്ചിട്ട് ഇല്ല, അങ്ങോട്ടേ എടുക്കത്തില്ല. പുറകെ വിട്ടോ പതുക്കെയാ.
പശുവുണ്ട്, എടുത്തോ. ഒരു വീഡിയോ നോക്കുമ്പോ നോക്കിയേ എന്നതാ. പോരട്ടെ പോരട്ടെ.